അതെ, ഇന്ത്യ. അതെ. അവർ രണ്ടുപേരുടെ ആർമി ഫോഴ്സ് ആണ് അപ്പുറത്ത് നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. അതെ. ഇവിടെ ചീനിക്ക് 40 രൂപയും അവിടെ 140 രൂപയും. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ കാണാൻ പോകുന്നത് ഡേവിഡി ടെയിൽ ടോക്സ്. നമ്മളുടെ മേഘാലയ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഡോക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ബാംബു ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തില്ലേ? അത് ഞാൻ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും ആ ഒരു എപ്പിസോഡിൽ തീർത്തില്ലെങ്കിൽ അതിനൊരു പഞ്ച് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡോക്കിയിലേക്ക് പോകുന്നു. ഡോക്കിയിൽ മെയിനായിട്ട് നമ്മൾ മേഘാലയ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലൂടെ ഒരു വഞ്ചി പോണതും ഒക്കെ കാണാം. അങ്ങനെ ഒരു ഗംഭീര സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. സോ അവിടെ കയാക്കിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. സ്നോർക്കലിംഗ് ഉണ്ട്, വേറെ എന്തൊക്കെയോ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് എന്താണ് പരിപാടികൾ നോക്കാം. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ ചിറാപ്പുഞ്ചിയിലാണ് താമസിക്കാൻ പോണത്. അതിനു മുമ്പ് ഞങ്ങളൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു വളരെ നാടൻ ഒരു ചായക്കടയിൽ. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. കേട്ടോ, ചെറിയൊരു ചായക്കട. ഇവിടെ രാവിലെ തന്നെ ബ്രെഡും ചിക്കനും കഴിക്കായിരുന്നു അല്ലേ? റൊട്ടിയാണോ? ബ്രെഡ് ഉണ്ടാക്കാൻ പോകണോ? അത് പറഞ്ഞാ ഉണ്ടോ? ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, പോർക്ക് ഉണ്ട്, കോഴിക്കാലുണ്ട്, എഗ്ഗ് എല്ലാം ഉണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ചായക്കട. ഈ സ്മോൾ ചായക്കട. മിൽക്ക് ഏനാ? മിൽക്ക് ടീ. ഒരു ചെറിയൊരു സൗകര്യത്തിൽ ചെറിയൊരു പരിപാടി, ചെറിയ ഭക്ഷണം. ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ ഡോക്കിയിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. കണ്ടോ, ബാക്കിലേക്കൊക്കെ കണ്ടോ? ഇതെന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കണ്ടോ, വലിയ മതിലുകളും കാര്യങ്ങളും, ചെറിയ കച്ചവടങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. ഇവിടെ ഹോട്ടലുണ്ട്. ഫുഡ് 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 തോരനുണ്ട്. അത് അവിടെയുണ്ട്. കുറച്ചും കൂടി വൃത്തിയുണ്ട്. ഇവിടെ വന്നിട്ട് മേടിക്കായിരുന്നു ചപ്പാത്തി. ചായ അവിടെ നിന്ന് കുടിച്ചിട്ട് ചപ്പാത്തി ഏനാ? റൊട്ടി ആൻഡ് സബ്ജി. നിങ്ങൾക്ക് വേണോ? എക്സ്ക്യൂസ് മീ, 6 रोटी, सब्जी 2. ये करी क्या है? ये पोर्क है. पोर्क. ये तोरन है. ये बीफ है. बीफ भी है. चिकन. हाँ, एक ये अच्छा है. पोर्क अच्छा है. गुड. चिकन और दिस, which one? चिकन और पोर्क. गुड. ഇവർക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. പോർക്ക് 1. അതെ, ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 6 ഇത് നമുക്കിനി അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നും. അല്ല, ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോഴേക്കേ ആവുള്ളൂ. എല്ലാവർക്കും ചായ ഉണ്ട്. താങ്ക് യു. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. തെറ്റില്ല. ശരിയാവും. ചായ കുടിച്ചോ. അതിങ്ങനെ അണ്ണാക്കിലോട്ട് ഒഴിച്ചാൽ മതി, ശരിയാവും. ഈ ഗ്രാമത്തിലുള്ളൊരു ചർച്ചാണ് ആ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ചർച്ചും അവിടെ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച്, ആ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നും തിരിച്ചു. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് നിങ്ങൾ ഈ കാണുന്നത് ഒരു മല ഇടിഞ്ഞ് വരുന്നതാണ്. ഞങ്ങളിങ്ങനെ വരുമ്പോൾ ചെറുതായിട്ട്, ആക്ച്വലി അവിടെ വർക്ക് നടക്കുക, റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൈബ്രേഷനിൽ ഇവിടുന്ന് മണ്ണ് വീണുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരു ദിവസം ഈശ്വരാ പണി കിട്ടുമോ? കാരണം ഞങ്ങൾ ബാംബു ട്രക്കിങ്ങിന് പോയി വന്നതും സെയിം വഴിയാണ്. പക്ഷെ അന്ന് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് നോക്കുമ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനിടയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതൊരു വലിയ കാര്യം. നമ്മൾ രസകരമായിട്ട് വീഡിയോ എടുക്കലും പരിപാടികളും വീഡിയോ എടുക്കുന്നൊക്കെ പറയണ്ടല്ലോ. ആൾക്കാരൊക്കെ മുകളിലേക്കൊക്കെ നോക്കിയിരിക്കണം. ആ മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പതുക്കെ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നാലും ഉള്ളിലൊരു പേടി.
നന്നായിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. എൻ്റെ മമ്മി കൊണ്ടുപോയി എന്തിനാ കുറേ മല ഈ മലയൊക്കെ വെട്ടിയിട്ട് 4 മലൻ്റെ ഇറങ്ങി കുഴി ഉണ്ടാവില്ല ഇട്ടിട്ട് അങ്ങ് നൂർത്തിക്കാഞ്ഞാൽ പറയും ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടണം. മറ്റേ പറഞ്ഞ കല്ലുണ്ട് കല്ല് നിൽക്കുന്ന കാറ്റ് വരും. എവിടെയാ ഹവാ സാരാ പൊക്കാൻ പറ്റല്ലേ? ഇല്ലാന്ന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. യെസ്, അങ്ങനെ ഞങ്ങൾ ഡോക്കി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റോഡൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ബംഗ്ലാദേശിൻ്റെ ബോർഡറിലാണ്. ഈ ഡോക്കിയിൽ നിന്ന് കുറച്ച് പോയാൽ ബംഗ്ലാദേശ് ബോർഡറാണ്. അങ്ങനെ അവിടെ എത്തി. സോ ഇനി നമ്മൾ ബോട്ടിങ്, വെള്ളമൊക്കെ കുറവാണ്, നമുക്ക് കാണാം. വരണ വഴിക്ക് നല്ലൊരു ബ്രിഡ്ജ് കണ്ടില്ലേ, സൂപ്പറല്ലേ. പിന്നെ ഇവിടെ നമ്മളിവിടെ എന്തൊക്കെ പരിപാടിക്കാണ് പോണേ? ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ സ്കൂബ ചെയ്യണമെങ്കിൽ സ്കൂബ ചെയ്യാം. വെള്ളം കുറവാണോ? ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് വിൽക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട്. കുക്കുംബറും ഓറഞ്ചും. ചെറിയ ഹോട്ടലുകൾ. കക്കൂസിൽ പോകാൻ 10 രൂപ ഉള്ളൂ അല്ലേ? അതൊന്നും ഇടറില്ലേ? എന്ന് ഇടില്ല. എന്തോറ്റി ബോട്ടിങ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പോവാം. ആര് പറഞ്ഞു? കട ഗവൺമെന്റിന്റെ വേണോ? അല്ല, എന്തൊക്കെയാ പരിപാടി നോക്ക്. എത്ര രൂപയ്ക്കാ ബോട്ടിംഗ് റേറ്റ്? 3 പേർക്കല്ലേ? 800 രൂപ. 800 അപ്പോൾ 600 രൂപ അല്ലേ? 2 പേർക്ക് 600. അല്ല 1600, സോറി. 100 ചേഞ്ച്. എടാ 100 രൂപ ചേഞ്ച് ഉണ്ടോ? നമ്മളെ വിളിച്ചു. ഓ, ഇതിന്റെ അപ്പുറത്ത് അത് ബംഗ്ലാദേശാണ്. നമുക്ക് ആകെ ഇത്രേ ഉള്ളൂ. ഇതാണ്ടോ ബൗണ്ടറിയാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. അത് ബംഗ്ലാദേശുകാരാ. സീരിയസ് നോക്കൂ. ബംഗ്ലാദേശ്. കണ്ടോ, ഇത് രസകരമായിട്ടുള്ളൊരു പരിപാടി കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു ബൗണ്ടറി അവർ കെട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് ഇന്ത്യയും അപ്പുറത്ത് ബംഗ്ലാദേശുമാണ് കേട്ടോ. അടിപൊളി. കണ്ടോ, ഇത്രയും ഇന്ത്യ, അത് മുഴുവൻ ബംഗ്ലാദേശിലെ സെറ്റപ്പാണ് നമ്മളീ കാണുന്നത്. ബംഗ്ലാദേശികളാണ് മുഴുവൻ. ഇത് ബോർഡർ. ഇതാണ് നമ്മളുടെ ഇന്ത്യയുടെ ബോർഡർ.
അതായത് ഈ ലൈൻ്റെ അപ്പുറം ബംഗ്ലാദേശാണ്, അതെ ഇപ്പുറം ഇന്ത്യ. അതെ, അവർ രണ്ടുപേരും ആർമി ഫോഴ്സ് ആണ്. അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കണേ. നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. അതെ. ഇവിടെ ചീനിക്ക് 40 രൂപയും അവിടെ 140 രൂപയും. ചീനിക്ക കപ്പയ്ക്ക് കണ്ടോ, രണ്ടുപേരുടെയും പോലീസുകാരുണ്ട് അപ്പുറത്ത്. ബംഗ്ലാദേശും ഉണ്ട്, ഇന്ത്യ ഉണ്ട്. അപ്പുറത്തോട്ട് കാല് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കയറാൻ പോയപ്പോൾ അവിടെ ചേട്ടൻ വിസിലടിച്ചു. ഞാൻ ഇതിലേക്ക് കയറാൻ വേണ്ടി കൊടുത്തേ. ചെയ്യില്ലേ മണ്ടത്തരം കാണിക്കല്ലേ. ഇവിടെ മുഴുവൻ കാണുന്നത് കണ്ടോ, ഇത് നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗ്, ഇത് കണ്ടോ ബംഗ്ലാദേശ് ഫ്ലാഗ്. ഇതാണ് ബൗണ്ടറിയുടെ അപ്പുറത്ത് ബംഗ്ലാദേശ്, ഇപ്പുറത്ത് ഇന്ത്യ. ഇന്ത്യയുടെ അകത്ത് ഒരു നോമാൻസ് ലാൻഡ്, ഒരു കയറ് കെട്ടിയുണ്ട്. അത് ആരുടെ അല്ല, ബംഗ്ലാദേശിൻ്റെ അല്ല, ഇന്ത്യയുടെ അല്ല. നമ്മുടെ കൊടി കുറച്ചും കൂടി വലുതാക്കായിരുന്നു അല്ലേ. അതെ, കുറച്ചുകൂടി വലിയ കൊടിയായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഈ ബോട്ടിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ റൈഡ് കൊണ്ടു. ഇതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ ഈ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഡോക്കിയിലെ എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും ഒക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. അത്ഭുതങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അത് പക്ഷേ നാളത്തെ എപ്പിസോഡിൽ കാണാം. തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം കൂടുതൽ നേരമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും അത്രയും ക്ഷമ നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടും തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ ഒരു ഡോക്കി എപ്പിസോഡാണ്. മേഘാലയയാണ്, ബോർഡറിൽ, നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലാണുള്ളത്. അപ്പോൾ തകർക്കൂ, അടിച്ചു പൊളിക്കൂ, വേറൊന്നും പറയാനില്ല. മാക്സിമം ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.